പി കൃഷ്ണദാസ്, അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത് പ്രശ്നമല്ലേ? ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നു, അക്കാലത്ത് വന്ന ഭേദഗതികളെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് അതിനെ അനുകൂലിച്ച് കത്തെഴുതിയ ഒരു കൂട്ടം നേതാക്കളുടെ പേര് ഇപ്പോൾ വസന്ത തന്നെ ഇവിടെ പറഞ്ഞു. ഞാൻ ഇനി അത് ആവർത്തിക്കേണ്ടതില്ലല്ലോ. അതിനുശേഷം 20-ന കർമ്മ പരിപാടിയെ, 5-ന കർമ്മ പരിപാടിയെ ഒക്കെയും പിന്തുണച്ച് കത്തെഴുതിയ നേതാക്കൾ ബൽബീർ പുഞ്ചും പ്രഭു ചൗളയും ഒക്കെ ആരുടെ നേതാക്കളായിരുന്നു കൃഷ്ണദാസ്? ഇവരൊക്കെയും അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചവരാണ്. അതിനുശേഷം ഇന്ദിരാഗാന്ധിക്ക് മറ്റൊരു കത്ത് കൂടി അയക്കുന്നുണ്ട് ദേവറസ്. ആ ദേവറസ് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന വിനോബ ഭാവയ്ക്കാണ്. അതായത് ഇന്ദിരാഗാന്ധിക്ക് കത്തയക്കുന്നു, അതിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ വിനോബ ഭാവയ്ക്ക് അയക്കുന്ന കത്തിൽ അങ്ങയുടെ പാദങ്ങളിൽ പാദസേവ ചെയ്യാൻ തയ്യാറായ വിനീതൻ എന്നാണ് ആ കത്ത് ആരംഭിക്കുന്നത്. ആ ആളുകളാണോ ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നത്? ഞാനൊരു കാര്യമെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അസിത. നമുക്ക് കള്ളം എത്രത്തോളം പറയാം? എത്ര നാൾ കള്ളം പറയാം? എത്ര സമയം കള്ളം പറയാം? അതിനൊരു പ്രസക്തി ഉണ്ടല്ലോ. ഈ വസന്തക്ക് ഈ ചർച്ചക്ക് വരുമ്പോൾ ഏത് ബുക്കാണ് റെഫർ ചെയ്തിട്ടുള്ളത്, ഏത് ചരിത്രമാണ് റെഫർ ചെയ്തിട്ടുള്ളത് എന്നെനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞിക്കണ്ണനോട് ഞാനത് ചോദിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആർട്ടിക്കിളുകൾ കാണാം. ആ ആർട്ടിക്കിളുകളുടെ എല്ലാം സൈഡിൽ കാണുന്ന ചിഹ്നങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആരാണിത് എഴുതിയിട്ടുള്ളത്, എവിടെ നിന്നാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഗൂഗിളിൽ കാണുന്ന ഈ തരത്തിലുള്ള ആർട്ടിക്കിളുകൾ വായിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആളുകൾ, അവരുടെ കാലഘട്ടം, അവർ എത്ര നാൾ ജയിലിൽ കിടന്നു, എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ള വിടുവായുത്തങ്ങൾ പറയുന്നത് എന്നുള്ളത് ആലോചിക്കണ്ടേ? ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കെതിരായി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ജനതാ പാർട്ടിയും ജനസംഘവും RSSും അടക്കമുള്ള പാർട്ടികൾ. അന്ന് BJP ഉണ്ടായിട്ടില്ല. അതിൽ CPM ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം കേരളത്തിലെ CPM അടക്കമുള്ള ആളുകൾ അന്ന് സമരരംഗത്തുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ബുക്കുകൾ ഒന്ന് മറച്ചു നോക്കുന്നത് ശ്രീ കുഞ്ഞിക്കണ്ണനും അടക്കമുള്ള ആളുകൾക്ക് നന്നാവുമെന്നാണ് എനിക്ക് ആഗ്രഹിക്കാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് CPMൻ്റെ നേതാക്കന്മാരായിരുന്ന എത്ര പേർ എത്ര കാലം ജയിലിൽ കിടന്നിരുന്നു എന്നുള്ളത് ഒന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാവണ്ടേ? സഖാവ് EMS എത്ര കാലം ജയിലിൽ കിടന്നു? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMൻ്റെ അന്നത്തെ അഖിലേന്ത്യാ നേതാവായിരുന്നല്ലോ. അതിനുശേഷം CPMൻ്റെ പൊളിറ്റ് ബ്യൂറോയിലുള്ള എത്ര പേർ എത്ര കാലം ജയിലിൽ കിടന്നു? ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIയുടെ ആരെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ചരിത്രരേഖ വേണ്ടേ ഇതിനെ സംബന്ധിച്ച്? എന്തെങ്കിലും ഒരു റെക്കോർഡ് വേണ്ടേ? കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുള്ള ആളുകൾ, യുവാക്കൾ അല്ലാത്ത ആളുകൾ 28 പേർ ജയിലിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരുടെ ഭരണകാലത്താണ്? ഈ CPMനോടൊപ്പം ഇന്ന് ഭരണം കൈയാളുന്ന CPIയുടെ പ്രധാനപ്പെട്ട നേതാവ് 6 വർഷക്കാലം കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ കരുണാകരനോടൊപ്പം. നമ്മൾ ചർച്ച ചെയ്യണ്ടേ ഇതെല്ലാം?